തന്നെ ലീൻ വി ജസ്മസ് കൂടി ചേരുന്നു. നമുക്കറിയുന്നത് പോലെ സാക്ഷി എന്നൊരു ആക്ഷേപഹാസ്യ പരിപാടി കൈരളി TV ചാനൽ അവതരിപ്പിക്കുകയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾക്ക് ശേഷം ഏറ്റവും പ്രചുര പ്രചാരം നേടുകയും ചെയ്തൊരു പരിപാടിയായിരുന്നു സാക്ഷി. അതിൻ്റെ പ്രയോക്താവും അതിൻ്റെ നിർമ്മാതാവും ഒക്കെ ലീൻ വി ജസ്മസ് ആയിരുന്നു. ലീൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമുക്കപ്പം. ലീൻ, രാമേന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ആദരവോടെ മാത്രമേ ശബ്ദത്തെയും അദ്ദേഹത്തെയും ഓർമ്മിക്കാൻ കഴിയൂ. ലീൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഈ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ തോന്നുന്നത്? അത് ഞാൻ ഈ കൗതുക വാർത്തകൾക്ക് ശേഷം സാക്ഷി രാമേന്ദ്രൻ അദ്ദേഹം അറിയപ്പെടുന്നതിനുമില്ല. അപ്പൊ നമ്മൾ ഈ സാക്ഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദമാണ് എന്റെ മനസ്സിലുള്ളത്. ഞാൻ എഴുതിയതും ഇതെല്ലാം അത് എഴുതിയതിനു ശേഷമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ലീൻ ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലീൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാക്ഷിയുടെ ശബ്ദം പകരാൻ എന്നോടാണ് ചോദിച്ചത്. അപ്പം ഞാനായിരുന്നു ലീനോട് പറഞ്ഞത് എന്നെക്കാളും നല്ലൊരു ശബ്ദത്തിന്റെ ഉടമ എനിക്കറിയാവുന്ന ആളുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കും. അങ്ങനെ രാമേന്ദ്രൻ ചേട്ടൻ കോൺടാക്ട് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അതെ, അദ്ദേഹം അപ്പൊ കുറച്ച് സമയം ആവശ്യപ്പെട്ടു. എനിക്കൊരു കുറച്ച് സമയം വേണം ആലോചിക്കാൻ എന്നാണ് അന്ന് പറഞ്ഞത്. അതിനുശേഷം പുള്ളി വന്ന് നോക്കാം എന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു അഡിക്ഷൻ പോലെയാണ്. എനിക്ക് പ്രധാനപ്പെട്ട എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം, ഇതിനിടയിൽ വെച്ച് അദ്ദേഹത്തിന് ഈ ഹൃദയ സംബന്ധമായിട്ട് അസുഖം വന്നു. സാധാരണ ഇത് നമ്മൾ ശനിയാഴ്ചയാണ് നമ്മുടെ സാക്ഷിയുടെ വോയിസ് എടുക്കുക എന്നുള്ളത്. ഈ വ്യാഴാഴ്ചയാണ് അദ്ദേഹം അഡ്മിറ്റ് ആവുന്നത്. ഇദ്ദേഹത്തിനൊപ്പം അന്ന് ഞാനവിടെ ഉണ്ട്. അപ്പോ തിരിച്ചു വന്ന് ബാഹുലേൻ ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ടെൻഷൻ മുഴുവൻ സാക്ഷിയുടെ വോയിസ് എടുക്കാൻ പറ്റുമോ, എന്നെ ശനിയാഴ്ച വിടുവോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, പക്ഷെ ഇതാണ് ചോദ്യം, ലീനാണ് കുഴപ്പക്കാരൻ എന്നൊരു ഇത് പറഞ്ഞിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് അദ്ദേഹം വളരെ ആസ്വദിച്ച്, അതായത് നമ്മുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈലില് ഇതിന്റെ ഈ വോയിസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് എഴുതുന്നത്. അപ്പം പുള്ളി അതിനുവേണ്ടി കാത്തിരിക്കും, അതിനുള്ള കഥകൾ പറയും. ഇങ്ങനെ ഒരു 300 എപ്പിസോഡ് കടന്നുപോയ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ നമ്മള് 24-ൽ ഇത് തുടങ്ങാൻ നമ്മളത് ആലോചിച്ചിരുന്നു. അത് ഞാൻ വളരെ പ്രതീക്ഷയോടാണ് പല സമയത്താണ് ആശാൻ ഇത് നടക്കുമോ എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങാനായില്ല എന്നുള്ളൊരു ഒരു വിഷമം നമ്മുടെ ബാക്കി കിടപ്പുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ 24-ലൂടെ അത് ഉപയോഗിച്ചിരുന്നു. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ ഈ കൗതുക വാർത്ത കേട്ട് വളർന്ന ഒരാൾ അദ്ദേഹത്തിനോടൊപ്പം കുറെ കാലം അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ ഒരു അഭിമാനത്തോടെയാണ് എല്ലാ കാലത്തും ആലോചിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിനൊപ്പം കൗതുക വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ എന്ന പേര് മാറി സാക്ഷി രാമേന്ദ്രനായി മാറി എന്നുള്ളതിനൊക്കെ അല്പം എല്ലാ കാലത്തും നമുക്കൊരു അഭിമാനമാണുള്ളത്. തീർച്ചയായും. ശരി, ലീൻ വി ജസ്മസ് ആണ് ഇപ്പോൾ എം രാമചന്ദ്രനെ അനുസ്മരിച്ചത്.